എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് കർണയക്ഷി സാധനയെക്കുറിച്ചാണ്. കർണയക്ഷി അതാ കർണപിശാചിനി എന്ന് പറയും. എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. കർണയക്ഷി നമ്മുടെ ചെവിയിൽ വന്ന് കാര്യങ്ങൾ ഓതിത്തരുന്ന ഒരു ദേവതാ സങ്കല്പമാണ് കർണയക്ഷി എന്ന് പറയുന്നത്. ഭദ്രകാളിയുടെ അംശത്തിൽപ്പെട്ട ഭാവമാണ്. ഉഗ്രരൂപിണിയാണ്. പ്രധാനമായിട്ടും കർണയക്ഷി വശ്യകാര്യങ്ങൾക്കും ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. കർണയക്ഷിനെ ഉപാസിക്കുന്ന രീതി, കർണയക്ഷിയുടെ മൂലമന്ത്രമുണ്ട്. അത് ഗുരുപദേശമനുസരിച്ച് ഗുരുദീക്ഷ കൊണ്ട് സ്വീകരിച്ച് കർണയക്ഷിനെ ഉപാസിച്ച് തുടങ്ങാവുന്നതാണ്. അതിൻ്റെ അക്ഷരലക്ഷണമാണ് കർണയക്ഷി സാധനയ്ക്ക് പറയുന്നത്. എന്നിരുന്നാലും 2 ലക്ഷത്തോളം ജപിച്ചു കഴിഞ്ഞാൽ കർണയക്ഷി പ്രീതി ഉണ്ടാകുന്നതായിരിക്കും. 2 ലക്ഷം അത് ജപിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അത് ജപിക്കാനായിട്ട് ശ്മശാനത്തിലോ ചന്ദന വൃക്ഷത്തിൻ്റെ ചുവട്ടിലോ ആലിൻ ചുവട്ടിലോ ഒക്കെയാണ് ഏറ്റവും ശാന്തമായിട്ടുള്ള അന്തരീക്ഷമുള്ളത്. എവിടെയാണോ അവിടെ ഇരുന്ന് സ്വസ്ഥചിത്തനായിട്ടിരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ കർണയക്ഷി പ്രീതി ഉണ്ടാവും. 2 ലക്ഷം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഹോമം കാര്യങ്ങൾ ചെയ്യണം. കർണയക്ഷിനെ ഹോമാഗ്നിയിലേക്ക് സങ്കല്പിച്ച് വന്യച്ചമത കൊണ്ട് 10,008 സംഖ്യ ഹോമിക്കുകയും കാരണ്ട് കൊണ്ട് 10,008 സംഖ്യ ഹോമിക്കുകയും ഹവിസ് 1008 സംഖ്യ ഹോമിക്കുകയും നെയ് ഹോമിക്കുകയും ഒക്കെ ചെയ്ത് അത് ദേവതയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ആദ്യപടി എന്നോണം നമുക്ക് സ്വപ്ന ദർശനമാണ് ഭഗവതിയിൽ നിന്നുണ്ടാവുക. ഭഗവതി പ്രീതിപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. സ്വപ്നത്തിലൂടെ വന്ന് ഒരു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ ആദ്യം തുടങ്ങും. നമ്മുടെ മനുഷ്യരുടെ ചെവിയിൽ കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദേവി ആദ്യം ആ രീതിയിലേക്ക് വരുന്നത്. ഭഗവതി വന്നു കഴിയുന്ന സമയത്ത് നമ്മൾ ആ ദേവതയെ എടുക്കുന്ന സങ്കല്പത്തിനനുസരിച്ചായിരിക്കും ആ ദേവത നമ്മളോട് നിൽക്കുന്ന രീതി. മാതൃരൂപത്തിലെടുക്കാം, സുഹൃത്തായിട്ടെടുക്കാം, അതല്ലെങ്കിൽ ദേവീ സങ്കല്പത്തിലെടുക്കാം, അതുമല്ലെങ്കിൽ ഭാര്യ സങ്കല്പത്തിലോ കാമുകി സങ്കല്പത്തിലോ എടുക്കാം. അതിൽ കാമുകി സങ്കല്പം അല്ല ഭാര്യ സങ്കല്പത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ ദേവതയുടെ സ്വഭാവ രീതികൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ടാകും. കാമുകി ഭാവത്തിലായിരിക്കും മറ്റുള്ള നമുക്ക് വിവാഹാദി കാര്യങ്ങൾക്കൊന്നും വിവാഹം കഴിക്കാനൊന്നും സാധിക്കാതെ വരും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് കൂടുതലായിട്ടും ഭാര്യ സങ്കല്പത്തിലൊക്കെ യക്ഷി ദേവതയെ ഉപാസിക്കുന്നത്. അങ്ങനെ ദേവതയെ ഉപാസിച്ചു കഴിഞ്ഞാൽ കർണയക്ഷി വശ്യകാര്യങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വശ്യം ചെയ്യുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആണ് സങ്കല്പങ്ങളിലൊക്കെ ചെയ്യും. അത് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലവും ഉണ്ടാവും. അത് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അത് ഉചിതമായി ഭവിക്കുകയും ചെയ്യും. എന്നാലും സാധാരണ ഒരു മാതൃരൂപത്തിലും ഒക്കെ ഉപാസിച്ചു കഴിഞ്ഞാൽ കർണയക്ഷി നമുക്ക് വരാൻ പോണ ആപത്തുകളോ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദേവത നമുക്ക് നൽകുന്നതായിരിക്കും. കർണയക്ഷി ഉപാസന ക്ഷിപ്രപ്രസാദിനിയാണ്. അതുപോലെ തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുമാണ്. യക്ഷി സാധനങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമുക്ക് വളരെ വിപരീതമായിട്ടുള്ള ഫലം ഉണ്ടാവുകയും കുടുംബം തന്നെ ക്ഷയിച്ചു പോകാൻ കാരണമായി തീരുകയും ചെയ്യും. നമസ്കാരം.